എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം കോപ്പർ ട്യൂബിംഗ് പിഞ്ച് ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന്. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും ഒരു പിഞ്ചിംഗ് ടൂൾ ഉപയോഗിച്ച് കോപ്പർ ട്യൂബ് പിഞ്ച് ഓഫ് ചെയ്ത് ട്യൂബിൽ ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ട്യൂബ് കട്ടർ വിത്ത് റീമർ ഒരെണ്ണം, ചെറിയ ട്രയാങ്കുലർ ഫയൽ ഒരെണ്ണം, പിഞ്ച് ഓഫ് ടൂൾ ഒരെണ്ണം, സ്റ്റീൽ റൂൾ ഒരെണ്ണം, സോഫ്റ്റ് ട്യൂബിംഗ് 4/1 ഇഞ്ച്, 8/3 ഇഞ്ച്, 2/1 ഇഞ്ച്, ഒരു റോൾ വീതം, വൃത്തിയുള്ള തുണി ആവശ്യമുള്ളത്ര, പിഞ്ചിംഗ് ടൂളുകൾ. കോപ്പർ ട്യൂബുകളുടെ ഡയമീറ്റർ സീൽ ചെയ്യുന്നതിനോ ക്ലോസ് ചെയ്യുന്നതിനോ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ വിവിധ വലുപ്പത്തിലുള്ള നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്തിട്ടുള്ള ജോസും ഹോൾസും അടങ്ങിയിരിക്കുന്നു. പിഞ്ചിംഗ് ടൂൾ ഉപയോഗിച്ച് കോപ്പർ ട്യൂബുകൾ പിഞ്ച് ചെയ്യുന്നത് ട്യൂബിലൂടെയുള്ള ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം ഒഴുക്ക് താൽക്കാലികമായി നിർത്തുന്നതിനുള്ള ഒരു രീതിയാണ്. റിപ്പയർ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ പോലുള്ള വിവിധ സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗപ്രദമാകും. നടപടിക്രമം: ടാസ്ക് 1, പിഞ്ചിംഗ് ടൂൾ ഉപയോഗിച്ച് കോപ്പർ ട്യൂബ് പിഞ്ച് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 1, ഒരു 3 ഇഞ്ച് കഷ്ണം മുറിക്കാൻ പാകത്തിന് 4/1 ഇഞ്ച് സോഫ്റ്റ് കോപ്പർ ട്യൂബിംഗ് അൺറോൾ ചെയ്യുക. സ്റ്റെപ്പ് 2, സ്റ്റീൽ റൂളർ ഉപയോഗിച്ച് 3 ഇഞ്ച് നീളമുള്ള ട്യൂബ് അളക്കുക. എന്നിട്ട് ഒരു ട്രയാങ്കുലർ ഫയൽ കൊണ്ട് മുൻഭാഗം നിക്ക് ചെയ്ത് മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, കട്ടറിന്റെ വി ഗൈഡിൽ ട്യൂബിംഗ് സ്ഥാപിച്ച് കോപ്പർ ട്യൂബ് മുറിക്കുക. ഒരു ട്യൂബ് കട്ടർ ഉപയോഗിച്ച് കോപ്പർ ട്യൂബുകൾ മുറിക്കുന്നത് സാധാരണവും ഫലപ്രദവുമായ ഒരു രീതിയാണ്. കട്ടറിലെ വി ഗൈഡ് അല്ലെങ്കിൽ ഗ്രൂവ് സ്ഥിരത നൽകുകയും കട്ടിംഗ് വീലിനെ നേരായ പാതയിലൂടെ നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് 4, ഗണ്യമായ മർദ്ദം പ്രയോഗിക്കുന്നതുവരെ തംബ് സ്ക്രൂ മുറുക്കുക. സ്റ്റെപ്പ് 5, ട്യൂബിംഗിന് ചുറ്റും കട്ടർ സാവധാനം റിവോൾവ് ചെയ്യുക. സ്റ്റെപ്പ് 6, ആവശ്യമായ കഷണം മുറിച്ചുമാറ്റിയ ശേഷം ട്യൂബിംഗ് കോയിലിന്റെ അറ്റം സീൽ ചെയ്യുക. സ്റ്റെപ്പ് 7, ട്യൂബിംഗിന്റെ അറ്റങ്ങൾ റീം ചെയ്ത് ഫയൽ ചെയ്യുക. മിനുസമാർന്നതും വൃത്തിയുള്ളതുമായ ഉപരിതലം ഉറപ്പാക്കുന്നതിന് കോപ്പർ പൈപ്പുകൾ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കോപ്പർ ട്യൂബുകളുടെ അരികുകൾ റീമിംഗ് ചെയ്യുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്നത് ഒരു പ്രധാന ഘട്ടമാണ്. ഇത് ചോർച്ച തടയാൻ സഹായിക്കുന്നു. ഫിറ്റിംഗുകളുടെ ശരിയായ ഇൻസേർഷൻ സുഗമമാക്കുന്നു. പ്ലംബിംഗ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള സമഗ്രത വർദ്ധിപ്പിക്കുന്നു. സ്റ്റെപ്പ് 8, 8/3 ഇഞ്ച്, 1/2 ഇഞ്ച് ട്യൂബുകൾ ഉപയോഗിച്ച് മറ്റ് സൈസുകൾക്കൊപ്പവും ഇതേ സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. സ്റ്റെപ്പ് 9, ടൂളിന്റെ പിഞ്ച് ഓഫ് സെക്ഷനിൽ കോപ്പർ ട്യൂബ് വയ്ക്കുക. കൈകൊണ്ട് സ്ക്രൂകൾ തിരിച്ചുകൊണ്ട് തുല്യമായ പ്രഷർ പ്രയോഗിക്കുക. സ്റ്റെപ്പ് 10, ഒരു സ്ക്രൂവിൽ ഭാഗികമായി തിരിക്കുക. എന്നിട്ട് മറ്റുള്ളതിലും തുല്യ അളവ് പ്രയോഗിക്കുക. സ്റ്റെപ്പ് 11, 2 ബ്ലോക്കുകളും തുല്യമായി ഇരിക്കുന്നതുവരെ മുറുക്കൽ പ്രക്രിയ തുടരണം. സ്റ്റെപ്പ് 12, ട്യൂബ് പിന്നീട് പിഞ്ച് ചെയ്ത് അടയ്ക്കുക. സ്റ്റെപ്പ് 13, പിഞ്ച് ചെയ്ത സ്ഥലത്തും മറ്റ് ചോർച്ച പോയിന്റുകളിലും വെള്ളവും സോപ്പും പ്രയോഗിക്കുക. കുമിളകൾക്കായി നോക്കുക. അത് വായു രക്ഷപ്പെടുന്നതും ലീക്കേജ് ഉണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. റീക്യാപ്പ്: ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ഒരു പിഞ്ചിംഗ് ടൂൾ ഉപയോഗിച്ച് കോപ്പർ ട്യൂബ് പിഞ്ച് ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന്.